UDF-ലേക്ക് ഇല്ലെന്ന നിലപാടിൽ ഉറച്ച് സജി മഞ്ഞക്കടമ്പിൽ. മോൻസ് ജോസഫ് ഉള്ളതുകൊണ്ട് കേരള കോൺഗ്രസിലേക്കും UDF-ലേക്കും മടങ്ങില്ല. സജി സ്വയം മടങ്ങി വന്നാൽ കേരള കോൺഗ്രസ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നാണ് UDF-ന്റെ നിലപാട്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, അനുനയ നീക്കങ്ങളെല്ലാം തള്ളുകയാണ്, അമ്പിനും വില്ലിനും അടുക്കുന്നില്ല മഞ്ഞക്കടമ്പൻ. സ്മിത, തീർച്ചയായിട്ടും ഇനി അങ്ങ് UDF-ലേക്കില്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസിലേക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അതിനുള്ള ഒരു കാരണം മോൻസ് ജോസഫ് ഉള്ള ഇടത്തേക്ക് അദ്ദേഹം ഉണ്ടാകില്ല. മോൻസ് ജോസഫുമായിട്ടാണ് അദ്ദേഹത്തിന് പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണിയിലേക്കോ അദ്ദേഹം നിൽക്കുന്ന മുന്നണിയിലേക്കും പാർട്ടിയിലേക്കും താനില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇതിനോടകം തന്നെ അനുനയ നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ UDF എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഇനി ഒരു അനുനയ ചർച്ചകളിലേക്ക് പോകേണ്ട, സജി തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാം, വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. സജി സ്വയം തീരുമാനിച്ചു വരട്ടെ എന്നുള്ളൊരു നിലപാടാണ് UDF-നുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഒരു അകലം കൂടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടികളും സജിയെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചർച്ചകളൊക്കെ നടന്നേക്കും. പക്ഷേ കുടുംബവുമായി തീരുമാനിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുമെന്നാണ് സജി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സ്മിത, ശരി. അനുനയ നീക്കങ്ങൾ തള്ളുകയാണ് സജി മഞ്ഞക്കടമ്പിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന്.